വെൽക്കം ബാക്ക് ടു ചാനലൊക്കെ കുറേ ആളായി കണ്ടിട്ട്. ഇപ്പോഴാണ് ഞാൻ പിന്നെ ആക്റ്റീവായി തുടങ്ങിയത്. ഇടയ്ക്ക് വീട്ടിൽ ഇടാറുള്ളൂ, സമയമില്ല, അതുകൊണ്ടാണ്. സോ മീം കോയിൻ ട്രേഡിങ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റെക്സ് അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള ചാർട്ട്സ് ട്രേഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ കുറേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യാനുള്ളത്. ട്രേഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ റെക്സ് അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള മീം കോയിൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം തന്നെ നമുക്ക് ഒരുപാട് ഫേക്കായിട്ടുള്ള കോയിൻസ് ഒഴിവാക്കാൻ പറ്റും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം നമ്മൾക്ക് റെക്സ് രണ്ട് തരത്തിൽ തിരിക്കാം ബേസിക്കലി. സോ ഓബ്വിയസ് ആയിട്ടുള്ള റെക്സ്, ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഓബ്വിയസ് ആയിട്ടുള്ള റെക്സ്, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ചാർട്ട് ഭയങ്കര ആർട്ടിഫിഷ്യലായിരിക്കും, ഫേക്കായിരിക്കും, നാച്ചുറൽ ആയിരിക്കില്ല. നാച്ചുറൽ ചാർട്ട് എന്ന് പറയുമ്പോൾ ബേസിക്കലി എപ്പോഴും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു മൗണ്ടെയിൻ പോലെ ആയിരിക്കും. ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എനിക്കിതിൽ ഡ്രോ ചെയ്യാൻ പറ്റുമല്ല, ഞാൻ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ കുഴപ്പമില്ല, ഞാൻ എന്തായാലും എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും, ഒരു മൗണ്ടെയിൻ പോലെ ആയിരിക്കും, താഴോട്ട് മണ്ടയിലോട്ട്. അതായത് ബയേഴ്സും കാണും, സെല്ലേഴ്സും കാണും, ബയേഴ്സും കാണും, സെല്ലേഴ്സും കാണും, അങ്ങനെ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഫേക്ക് ചാർട്ട്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ വിത്ത് എക്സ്പീരിയൻസ് യു ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, അതാണ് ആദ്യത്തെ ടൈപ്പ് റെക്സ്. അതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ടൈപ്പ് റെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോഴേ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ നോക്കാനേ പാടില്ല, തിരിഞ്ഞ് നോക്കാനേ പാടില്ല. ആ ഒരു ചാർട്ടല്ലെങ്കിൽ മീം കോയിൻ തിരിഞ്ഞ് നോക്കാനേ പാടില്ല. കാരണം വെച്ചാൽ നമുക്ക് 100% അറിയാം ഇത് റെക്കാണ്. സോ ഡോണ്ട് ട്രേഡ് ദാറ്റ് ചാർട്ട്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ ഇപ്പം പറഞ്ഞാൽ ഞാൻ ചില എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇതെല്ലാം ഇന്നിപ്പം റിലീസായ കോയിൻസാണ്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾക്ക് ഈ ചാർട്ട് കാണുമ്പോഴേ അറിയാം ഈ ചാർട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ചാർട്ടാണ്. അല്ല, ഇത് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ വാങ്ങിച്ച് ചുമ്മാ ഇങ്ങനെ ഈ വോളിയം ബോട്ട് എന്ന് പറയും, വോളിയം ബോട്ട് അവർ തന്നെ ഓട്ടോമേറ്റ് ചെയ്തത്. കണ്ട, സെൽസ് ഒന്നുമില്ല. ഈ സ്റ്റെയർ കേസ് പോലെയല്ല ഈ ചാർട്ട് ഇരിക്കുന്നത്. ജസ്റ്റ് ഗ്രീൻ എന്നിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഡെവ് ഈ ലോഞ്ച് ചെയ്ത ആൾ ഫുള്ള് വിറ്റ്, അപ്പോഴത്തേക്കും ബാക്ക് ടു സീറോ. കണ്ട, ഇങ്ങനത്തെ ചാർട്ട് കണ്ടാൽ അപ്പോഴേ ക്ലോസ് ചെയ്യണം, ചാർട്ട് ക്ലോസ് ചെയ്യണം, തിരിഞ്ഞുപോലും നോക്കാൻ പാടില്ല. ഇതിൻ്റെ തന്നെ അടുത്ത എക്സാമ്പിൾ കണ്ട, സ്റ്റെയർ കേസ് ചാർട്ട്, ഡെവ് വിറ്റ്, ഇത് കംപ്ലീറ്റ്ലി റെഗായി. അതിൻ്റെ തന്നെ വേറെ എക്സാമ്പിൾ, സ്റ്റെയർ കേസ് ചാർട്ട്, ഡെവ് റെഗ് ചെയ്ത് ഫുള്ള് ബാക്ക് ടു സീറോ. ഓക്കെ, സോ ഇത് സ്റ്റെയർ കേസ് മോഡൽ എന്ന് പറഞ്ഞ് പിന്നെ വേറൊരു ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇത് പുതിയ ബിഗിനേഴ്സിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ ഇത് കണ്ടോ, ഈ ചാർട്ടും ആക്ച്വലി നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യലാണ്. കാരണം വെച്ചാൽ ഈവൻ ദോ ബൈസും സെൽസും ഉണ്ടെങ്കിലും ലൈക്ക് ഇറ്റ് ഡസൻ ഫീൽ ആർട്ടിഫിഷ്യൽ. കാരണം വെച്ചാൽ ഒരു ചാർട്ടിൽ എപ്പോഴും ഈക്വൽ എമൗണ്ട് ഓഫ് ബൈസ് ആൻഡ് സെൽസ് ആയിരിക്കില്ല. ചില സമയത്ത് ഇപ്പോൾ ഡിമാൻഡ് കൂടുതലുണ്ടെങ്കിൽ, അറ്റൻഷൻ കൂടുതലുണ്ടെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും. മനസ്സിലായ? ആഫ്റ്റർ സർട്ടൺ പോയിന്റ് ഓഫ് ടൈം അതേപോലെ തന്നെ സെല്ലേഴ്സും വരും, സെല്ലേഴ്സും സ്റ്റെപ്പിങ് ചെയ്ത് സെല്ലേഴ്സും വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഹെൽത്തി പുൾ ബാക്ക് ആൻഡ് റീട്രേസ്മെൻ്റാണ് കാണാനുള്ളത് ഒരു ചാർട്ടിൽ. അല്ലാതെ ഇതേപോലെ ഇത് കണ്ടില്ലേ, ഓൾമോസ്റ്റ് ഈക്വലായിട്ടുള്ള ബൈസും സെൽസുമാണ്. അതിനർത്ഥം അത് ആർട്ടിഫിഷ്യലായിട്ട് അവർ ഓട്ടോമേറ്റ് ചെയ്യുന്നതാണ്, വോളിയം ബോട്ടും ബണ്ടിലേഴ്സും വെച്ച്. സോ അതുകൊണ്ട് ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. മനസ്സിലായ? ഇങ്ങനെ കണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഡ്രോ ചെയ്ത് കാണിച്ചു. ഇതണ്ട, ഈക്വൽ. ഇങ്ങനത്തെ ചാർട്ട് ആയിരിക്കാനല്ല നമ്മൾ ട്രേഡ് ചെയ്യുക. ഇത് ഫേക്കാണ്. നമുക്ക് വേണ്ടത് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ചാർട്ട് വേണം. അപ്പം ഇതും ഒരു എക്സാമ്പിളാണ്. പക്ഷേ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പാടായിരിക്കും. പിന്നെ വേറെ ഫേക്കാണെന്ന് കണ്ടുപിടിക്കാൻ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പോഴും നമ്മൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെന്ന് വെച്ചോ കണ്ടത്. പക്ഷെ നമ്മൾ ഈ ചാർട്ടിൻ്റെ ആദ്യം നോക്കണം. ഈ ചാർട്ടിൻ്റെ ആദ്യം കണ്ട സ്റ്റെയർ കേസ് മോഡലല്ലേ? ഈ ചാർട്ടിൻ്റെ ആദ്യം സ്റ്റെയർ കേസ് മോഡലാണ്. അവർ ജസ്റ്റ് പമ്പ് ചെയ്ത് ഇത് മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പമ്പ് ചെയ്ത് സെൽസ് ഒന്നുമില്ല. കണ്ട, സെൽസ് ഒന്നുമില്ല. ഗ്രീൻ അപേക്ഷിച്ച് സെൽസ് കുറവല്ലേ? സ്റ്റെയർ കേസ് മോഡലാണ്. അതിനുശേഷം അവർ ജസ്റ്റ്
ഫേക്ക് വോളിയം പോട്ടിട്ട് ഇത് ചെയ്ത് ഇതിപ്പോൾ മണ്ടയിലോട്ട് പോകണം, പക്ഷേ ഇത് സൂൺ ഡ്രഗ് ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ? പിന്നെ ഇതും വേറൊരു എക്സാമ്പിളാണ്. കണ്ട, ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷേ സൂക്ഷിച്ച് നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും. കണ്ട, ഇത് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇതല്ലേ. മേജർ പമ്പ് ചെറിയ സെല്ല് മാത്രം, 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 മേജർ പമ്പ് ചെറിയ സെല്ല് മാത്രം. എന്നിട്ട് ആഫ്റ്റർ മൈഗ്രേറ്റിംഗ് എന്താണ് ഇത് കണ്ട, ലൈക്ക് ഇതിപ്പം 30 സെക്കൻഡാണ്, പക്ഷേ അതിൽ ഹയർ ടൈം ഫ്രെയിമാണ്. ഹയർ ടൈം ഫ്രെയിം അല്ല, ബീറ്റ് കോയിൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഹയർ ടൈം ഫ്രെയിം. അപ്പം ഇത് കണ്ട, അത് മേജറായിട്ടുള്ള പുൾ ബാക്ക് ഒന്നും ഇല്ലല്ലോ, മേജറായിട്ടുള്ള റീട്രേസ്മെൻ്റ് ഒന്നുമില്ല. ഇത് കണ്ടോ, ജസ്റ്റ് അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അതായത് അപ്പ് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്കും, ഈ ഡൗൺ എന്ന് പറയുമ്പോൾ ഇതിപ്പം ഇത്രയല്ലേ വരുന്നുള്ളൂ, പക്ഷെ നമുക്ക് അങ്ങനെയല്ല കാണാനുള്ളത്. നമുക്കിപ്പം ഇങ്ങനെ ഫുള്ള് കൊളായെന്ന് വന്നു, നിങ്ങൾക്ക് കൺഫ്യൂഷനാവും ഞാൻ ഏത് വരയ്ക്കുന്നത് കാണാൻ പാടായിരിക്കും. സെലക്ട് ചെയ്തിട്ട് ഇതെങ്ങനെ സെലക്ട് ചെയ്യണം? അയ്യോ, കിട്ടി ഡിലീറ്റ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരണം, 1 മില്യൺ എത്താൻ നേരത്ത് ഇങ്ങനെ, 500K എത്താൻ നേരത്ത് പിന്നെ ഒരു ഹെൽത്ത് റീട്രേസ്മെൻറ്റ്, ഇങ്ങനെ ആയിരിക്കണം ചാർട്ട്. അല്ലാതെ ഇതെന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ലൈക്ക് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം, 1 മിനിറ്റ്, 5 മിനിറ്റ്, 5 മിനിറ്റിലോട്ട് പോകുമ്പോൾ കണ്ട, 5 മിനിറ്റ് വെയിറ്റ്, 3 മിനിറ്റ് പോകുമ്പോൾ കണ്ട റീട്രേസ്മെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് മണ്ടയിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ. ഇത് ചെറിയ റീട്രേസ്മെൻ്റ് ആണ്, അത് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതൊരു ഫേക്ക് ചാർട്ടാണെന്ന്. ഇത് ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പം ആ ഒരു 2 ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതിൽ തന്നെ പല ടൈപ്പ് കാണും. ഇതിപ്പം എനിക്കിപ്പം ഇത് 2 കണ്ടോളൂ, ഞാൻ ഇന്ന് ലോഞ്ച് ചെയ്തത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ ഇത് 2 കാണിക്കുന്നത്. ഓക്കെ, അപ്പം പക്ഷേ ഇതേപോലെ പല ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. എന്താണ് ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് നാച്ചുറലായിട്ട് തോന്നണം. ആർട്ടിഫിഷ്യലായിട്ടുള്ള ചാർട്ട് കണ്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ലൈക്ക് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡൗട്ടുണ്ട് നിങ്ങളുടെ മൈൻഡിൽ, ഇത് ആർട്ടിഫിഷ്യലാണോ നാച്ചുറലാണോ, ലൈക്ക് തുടങ്ങാൻ നേരത്ത് കാണുമല്ലോ. അപ്പം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ശലം കഴിയുമ്പോൾ ട്രേഡ് ഒന്നും എടുക്കില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ശലം കഴിയുമ്പോൾ അതിപ്പം ഇൻ കേസ് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ശലം കഴിയുമ്പോഴത്തേക്കും അവരെന്നെ റഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടും അത് ആർട്ടിഫിഷ്യലാണ് എന്നുള്ള കാര്യം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ചാർട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ അതാണ് ആദ്യത്തത്, ഫേക്ക് ചാർട്ട്സ്. ഓക്കെ, രണ്ടാമത്തേന്ന് പറയുമ്പോൾ ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതൊരു ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കല്ല. കാരണം വെച്ചാൽ പണ്ടെന്ന് പറയുമ്പോൾ ബണ്ടിൽസ് കോയിൻസിൽ വളരെ കുറവായിരുന്നു. ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും ബണ്ടിൽസ് ഇല്ലാത്ത കോയിൻസ് ഇല്ല, എല്ലാ കോയിൻസിലും അതായത് ഇപ്പം നമ്മൾ ട്രേഡ് എടുക്കേണ്ട കോയിൻസിലും ബണ്ടിൽസ് കാണും, റഗ് ആയിട്ടുള്ള റഗ് പുൾ കോയിൻസിലും ബണ്ടിൽസ് കാണും, റണ്ണേഴ്സായിട്ടുള്ള ഹൈ മാർക്കറ്റ് ക്യാപ്പ് പോകുന്ന കോയിൻസിലും ബണ്ടിൽസ് കാണും. സോ ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഈ ലോഞ്ച് ചെയ്യുന്നവർ ആർട്ടിഫിഷ്യലായിട്ട് ഈ വോളിയം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നെ അവർക്ക് ഇത് ഒരു പ്രോഗ്രാം സോഫ്റ്റ്വെയർ ഒക്കെ കാണും ഇതിനു വേണ്ടി. അവർ തന്നെ മൾട്ടിപ്പിൾ വാലറ്റ്സിൽ നിന്ന് ഇത് വാങ്ങും, ഇത് ട്രേഡ് ചെയ്യും. സോ ബേസിക്കലി പല ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ നേരത്ത് മൾട്ടിപ്പിൾ വാലറ്റ്സിൽ നിന്ന് ഇവർക്ക് സപ്ലൈ വാങ്ങിച്ചിട്ട്, അതായത് കോയിൻ വാങ്ങിച്ചിട്ട് വയ്ക്കാം, എന്നിട്ടൊരു ഹയർ മാർക്കറ്റ് ക്യാപ്പ് എത്താൻ നേരത്ത് അവർക്ക് വിൽക്കാം. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ വേറൊരു ബണ്ടിൽ എന്ന് പറയുമ്പം വോളിയം ബോട്ട് എന്ന് പറയാൻ പറ്റും. അതായത് കോൺസ്റ്റൻ്റായിട്ട് ഈ വോളിയം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റൻ്റായിട്ട് അവർ അലോക്കേറ്റ് ചെയ്തേക്കുന്ന വാലറ്റ്സ് വിൽക്കുകയും, അതായത് ബൈയും സെല്ലും ചെയ്യും. അപ്പം നമുക്കതും അങ്ങനെയുണ്ട് ബണ്ടിൽസ്.
സോ ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇവർ ഈ ലോഞ്ച് ചെയ്യുന്ന ആൾക്കാർ മേ ബി ഒരു 50-100 വാലറ്റൊക്കെ കാണും. സോ ഈ സോഫ്റ്റ്വെയറിൽ ഈ 100 വാലറ്റ് അവർക്ക് ലോഡ് ചെയ്യാൻ പറ്റും. 100 വാലറ്റും ഡിഫറെൻറ്റ് വാലറ്റ് ആയിരിക്കും. എന്നിട്ട് അവർക്കൊരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും, 1 സോൾ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇത് ഓട്ടോമേറ്റഡ് ആയിട്ട് 1 സോൾ വാങ്ങിക്കും വിൽക്കും അങ്ങനെ ആവാം. അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ നേരത്ത് 1 സോൾ വാങ്ങും, എന്നിട്ട് അവർ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ഹയർ മാർക്കറ്റ് ക്യാപ്പ് എത്താൻ നേരത്ത് ഇവർ ബണ്ടിൽ ക്ലിക്ക് ചെയ്യും, സെല്ല് ക്ലിക്ക് ചെയ്യും. അപ്പോഴത്തേക്കും എല്ലാം സെല്ലാവും. അതാണ് ഇവിടെ റഗ് ആവാനുള്ള കാരണം. കാരണം വെച്ചാൽ ലോഞ്ച് ചെയ്യാൻ നേരത്ത് ഇവർ കുറേ ഈ ലോവർ മാർക്കറ്റ് ക്യാപ്പിൽ വാങ്ങും. അപ്പോൾ അവർക്ക് കുറേ സപ്ലൈ ആണ്, ഈ 100 വാലറ്റിൽ സപ്ലൈ ആണ്. പക്ഷേ അത് സാധാ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല അത് ബണ്ടിൽസ് ആണെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാരണം വെച്ചാൽ ഡിഫറെൻറ്റ് വാലറ്റിലോട്ട് ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ വാലറ്റ്സ് ലിങ്ക്ഡ് അല്ല, മനസ്സിലായ? ക്ലസ്റ്ററിൽ നോക്കാൻ നേരത്തെ, ബബിൾ മാപ്സിൽ നോക്കാൻ നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് ലിങ്ക്ഡ് ആയിട്ടാണ്. കാരണം വെച്ചാൽ ഡിഫറെൻറ്റ് വാലറ്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചേക്കാണ്. എന്നിട്ട് ഇത് ഇവർ വെയിറ്റ് ചെയ്യും. ഒരു സ്ഥലം ഹയർ മാർക്കറ്റ് ക്യാപ്പ് എത്താൻ നേരത്ത് ഇവർക്ക് ഒരു ബട്ടൺ ഞെക്കിയാൽ മതി 100 വാലറ്റിൽ നിന്ന് ഒരുമിച്ച് വെക്കാൻ പറ്റും. അങ്ങനെയാണ് സോഫ്റ്റ്വെയർ. ഇപ്പം സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ഓരോ വാലറ്റിൽ നിന്ന് വിൽക്കാൻ പറ്റും. പക്ഷേ ഇവർക്ക് ഈ 100 വാലറ്റ് ഒരുമിച്ച് ഒരു ബട്ടൺ ഞെക്കിയാൽ 100 വാലറ്റിൽ നിന്നും ഒറ്റയടിക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വിൽക്കാൻ നേരത്ത് ചാർട്ട് എന്താവും? ചാർട്ടിൻ്റെ പ്രൈസ് ബാക്ക് ടു 0, ചാർട്ട് ക്രാഷ് ആവും. അപ്പോൾ അതാണ് ബേസിക്കലി ബണ്ടിൽസ്. പക്ഷേ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ബണ്ടിൽസ് ഇപ്പോഴുള്ള എല്ലാ കോയിൻസിലും ബണ്ടിൽസ് ഉണ്ട്. അപ്പം നമ്മൾ സെലക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം റൺ ചെയ്യുന്ന കോയിൻസിലും ബണ്ടിൽസ് കാണും. അപ്പം അതുകൊണ്ട് ബണ്ടിൽസ് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ബണ്ടിൽഡ് ആയിട്ടുള്ള മീം കോയിൻ ചാർട്ട്സ് ഒഴിവാക്കണമെന്ന്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ എല്ലാ കോയിൻസിലും ലിറ്ററലി 100% കോയിൻസിലും ബണ്ടിൽസ് ഉണ്ട്. പക്ഷേ അത് ജസ്റ്റ് നമ്മൾ തിരിച്ചറിയുക എത്രമാത്രം ബണ്ടിൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഏത് കോയിനാണ് നല്ലത്, എങ്ങനത്തെ ബണ്ടിലാണ് എന്നൊക്കെ ഇത് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പിന്നെ ഞാൻ മേജറായിട്ടുള്ള ഞാൻ എന്താണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ഫിൽറ്റേഴ്സിൽ പോയിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഫേക്ക് ചാർട്ട്സ്, ആ ഫേക്ക് ചാർട്ട്സ് ഫിൽട്ടർ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഈ ഗ്ലോബൽ ഫീസ് ഉണ്ടോ? ഗ്ലോബൽ ഫീസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഈ ട്രേഡ് ചെയ്യുമ്പം അതായത് ആക്ച്വൽ ട്രേഡേഴ്സ് ബൈയും സെല്ലും ചെയ്യുമ്പോഴത്തേക്കും ഫീസ് ജനറേറ്റ് ആവും പ്ലാറ്റ്ഫോമിന്. അപ്പോൾ ആ ഫീസാണ് ഗ്ലോബൽ ഫീസായിട്ട് കാണിക്കുന്നത്. അപ്പം ആ ഫീസ് ഉണ്ടെങ്കിൽ ഈ സ്റ്റെയർ കേസ് ചാർട്ട്സ് എന്ന് പറയുമ്പോൾ ഓളിയും ജനറേറ്റ് ആവില്ല. അതായത് ബൈസും സെൽസും കുറവായിരിക്കും, അതുകൊണ്ട് ഫീസ് ജനറേറ്റ് ആവില്ല. അപ്പം നമുക്ക് എപ്പോഴും ഈ ഫേക്ക് ചാർട്ട്സ് ആയിട്ടുള്ളത് ഫിൽട്ടർ ചെയ്ത് കളയാൻ വേണ്ടി ഞാൻ എപ്പോഴും 0.5 സോൾ ഇടും. അതായത് അപ്പോൾ ആക്ച്വലി ഇപ്പം ഈ ഹയർ സോൾ ഫീസ്, ഇതാണ് ഫീസ്, ഗ്ലോബൽ ഫീസ് പെയ്ഡ്. അപ്പം ആക്ച്വൽ റിയൽ ബയേഴ്സും സെല്ലേഴ്സും ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇത് മാറ്റിയിട്ട് ഇത് ഇട്ടിട്ടില്ലെങ്കിൽ കണ്ട ഇവിടെ ഫീസ് 0.00 ആണ്. പക്ഷേ മാർക്കറ്റ് ക്യാപ്പ് 1.17 മില്യൺ ആണ്. അപ്പോൾ അത് നിങ്ങൾക്കൊരു അലൈൻഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, 1.17 മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ ഈ ഫീസ് എന്ന് പറയുമ്പം 100 സോള് അങ്ങനെ ആ ഒരു എമൗണ്ട് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ പോകുമ്പം നമുക്ക് ഡയറക്റ്റ് മനസ്സിലാക്കണ്ട സ്റ്റെയർ കേസ് മോഡലാണ്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇത് 0.5 വെച്ച് ഫിൽട്ടർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം പറഞ്ഞ മോസ്റ്റ്ലി സ്റ്റെയർ കേസ് മോഡൽ ചാർട്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ സ്റ്റിൽ വരും. കണ്ട 0.5 സോൾ എന്ന് പറയുന്നത് ഫിൽട്ടർ ചെയ്തിട്ടും സ്റ്റിൽ വന്നു. അപ്പോൾ അത് നമ്മൾ പക്ഷേ ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ ഞാൻ പറയാൻ നേരത്ത് ഇതിപ്പം പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത് കോയിനല്ലേ ബണ്ടിൽസ് എന്ന് പറയാൻ നേരത്ത് അപ്പോൾ നമുക്ക് നമ്മളൊരു കോയിൻ ട്രേഡ് ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? ബണ്ടിൽ പെർസെൻറ്റേജ് നോക്കണം, ക്ലസ്റ്റർ ഹോൾഡിങ് നോക്കണം, ടോപ്പ് 10 ഹോൾഡിങ് നോക്കണം, സ്നൈപ്പേഴ്സ് നോക്കണം, ഇൻസൈഡേഴ്സ് നോക്കണം. ഓക്കെ, അപ്പോൾ ബണ്ടിൽ പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ആക്സിയത്തിൽ ഇവിടെ ഞാൻ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത അതിപ്പം ഇത് കാണിക്കുന്ന 34.63% ആണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി ഡിപ്പെൻഡൻ്റ് ആണ്. എപ്പോഴും നമുക്ക് ഐഡിയലി ലോ ബണ്ടിൽ പെർസെൻറ്റേജ് ഉള്ള കോയിൻസിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് ട്രേഡ് ചെയ്യാൻ നേരത്ത്, എസ്പെഷ്യലി ആസ് എ ബിഗിനർ. പിന്നെ ആക്സിയത്തിൽ ഈ കാണിക്കുന്ന 34.62 നമ്പേഴ്സ് റഫ് നമ്പേഴ്സാണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ല. സോ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രം നോക്കുക.
പിന്നെ അതുപോലെ തന്നെ ഇപ്പം സോ ബേസിക്കലി ഞാൻ ബണ്ടിലേഴ്സ് നോക്കുമ്പോൾ 20% ആൻഡ് ബിലോ, 10% ആണ് ബിലോ ആണെങ്കിൽ അത്രയും നല്ലത്. 20% ആണ് ബിലോ ആണ് ഐഡിയലി ഞാൻ നോക്കുന്നത്. 34, പക്ഷേ എന്നാലും കോയിൻസ് 34 കാണും. പക്ഷേ എന്താണ് ബെറ്റർ 20% ആൻഡ് ബിലോ. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 30% ബണ്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ആ ബണ്ടിൽ ഒറ്റയടിക്ക് എല്ലാം സെല്ല് ചെയ്താൽ ഈസി ആയിട്ട് ചാർട്ട് ക്രാഷ് ആവും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലോ പെർസെൻറ്റേജ് ആയിട്ടുള്ള ബണ്ടിൽ കോയിൻസ് പ്രിഫർ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എന്താണുള്ളത്? ക്ലസ്റ്റർ ഹോൾഡിങ്. ക്ലസ്റ്റർ ഹോൾഡിങ് എന്താണ്? ബബിൾ മാപ്സ്. ഇത് കണ്ട, ഇവിടെ ബബിൾ മാപ്സിൻ്റെ ചിഹ്നമുണ്ട്. അപ്പം ഞാൻ ബേസിക്കലി നോക്കുന്ന പല പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഞാൻ ബേസിക്കലി നോക്കുന്നത് ഇൻസൈറ്റ് എക്സും ഫാസ്റ്റർ 100x. ഞാൻ രണ്ടും നോക്കും. കാരണം വെച്ചാൽ എന്തായാലും ഇത് ഒന്നും ആക്ച്വലി ആക്യുറേറ്റ് അല്ല. അപ്പം നമുക്ക് രണ്ടും നോക്കാൻ നേരത്ത് നമുക്ക് ഒരു റഫ് ഐഡിയ കിട്ടും. ഓക്കെ, ഇത് കണ്ട, ഇതിൽ 3 ക്ലസ്റ്റർ കാണിക്കുന്നുണ്ട് ഫാസ്റ്റർ 100x. അപ്പോൾ ഈ ക്ലസ്റ്റർ എന്തെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു ക്ലസ്റ്ററിൽ 5 വാലറ്റ്സ് ഉണ്ട്. ഈ 5 വാലറ്റ്സിൽ ഈ മീം കോയിൻ ഉണ്ട്. അപ്പോൾ ഈ ബേസിക്കലി ഈ 5 വാലറ്റ്സും കളക്റ്റഡ് ആണ്. എന്താണ് കളക്റ്റഡ് എന്ന് വെച്ചാൽ ഒന്നീ ഒരാളെ ആയിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരെ ആയിരിക്കാം, പക്ഷേ ലിങ്ക്ഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാലറ്റ് വാങ്ങിച്ചിട്ട് അടുത്ത വാലറ്റിലോട്ട് സെൻഡ് ചെയ്തു, അടുത്ത വാലറ്റിൽ നിന്ന് സെൻഡ് ചെയ്തു, അങ്ങനെ ഈ 5 വാലറ്റും ഇൻ്റർ കണക്റ്റഡ് ആണ്. സോ ബേസിക്കലി നമ്മൾ ഈ 5 വാലറ്റും ഒരാളാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വാലറ്റിൽ തന്നെ 10% ഉണ്ട്. അപ്പോൾ ഈ ആൾക്ക്, അതായത് ഇത് കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് സെല്ല് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു വലിയൊരു എമൗണ്ട് അല്ലേ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പിന്. അപ്പോൾ ഈ 10% ആൾ വിറ്റാൽ ചാർട്ട് ക്രാഷ് ആവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്ലസ്റ്റർ പെർസെൻറ്റേജ് നോക്കുന്നത്. അപ്പം ഇതിൽ 3 ക്ലസ്റ്റർ ഉണ്ട്. അപ്പോൾ ഓരോ ക്ലസ്റ്ററിൻ്റെ പെർസെൻറ്റേജ് കാണാം. ആദ്യത്തത് 9.90, രണ്ടാമത്തത് 4.44, മൂന്നാമത്തത് 0.97. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്തതിലും കൂടെ പോയി നോക്കാം. ഇൻസൈറ്റ് എക്സിലും 3 ക്ലസ്റ്റർ തന്നെ കാണിക്കുന്നത്. പക്ഷേ ആദ്യത്തെ ക്ലസ്റ്റേഴ്സിൻ്റെ 10.83. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഏകദേശം രണ്ടും വ്യത്യാസം വരും സ്ലൈറ്റ്ലി. പക്ഷേ അപ്പോൾ നമുക്കൊരു അറൗണ്ട് ഒരു ഐഡിയ കിട്ടും എന്താണ്. അപ്പോൾ ഈ ക്ലസ്റ്റർ ഭയങ്കര കൂടുതലാണ്, 10.83. ഞാൻ എപ്പോഴും നോക്കാൻ നേരത്ത് ഒരു ക്ലസ്റ്റർ, സോ ബേസിക്കലി ഒരു കോയിനിൽ മിനിമൽ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സാണ് കാണാനുള്ളത്. ഒരു 3 ക്ലസ്റ്റേഴ്സ് 2 ക്ലസ്റ്റേഴ്സൊക്കെ ആക്ച്വലി കോമൺ ആണ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ ക്ലസ്റ്ററിലും ഐഡിയലി 5% കുറവ്, 3%, 2%, 1% അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഈ 10.83% ആക്ച്വലി കൂടുതലാണ്. അപ്പം എന്താണ് കൂടുതലാണ്. സോ ബേസിക്കലി ഞാൻ നോക്കാൻ നേരത്തെ എപ്പോഴും ഞാൻ ഒരു 5%, ഒരു ക്ലസ്റ്റർ 5%, 3%-ലൊക്കെ താഴെ ഇരിക്കുന്ന ക്ലസ്റ്ററാണ് സേഫ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ ഐഡിയോളജി നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഈ 10.83% ഉള്ള ആൾക്ക് വിൽക്കണമെന്ന് തോന്നിയാൽ വിറ്റാൽ ചാർട്ട് അപ്പോഴേ ക്രാഷ് ആവും. അത് അവോയ്ഡ് ചെയ്യണം. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കോയിൻസൊക്കെ എന്താണ് ഫുള്ളി ക്ലസ്റ്റേർഡ് ആയിരിക്കും. അപ്പം പക്ഷേ ആസ് എ ബിഗിനർ വെൻ യു ആർ കമ്മിങ് ടു ദിസ് മാർക്കറ്റ്, ഗോ ലുക്ക് പ്രിഫർ ഫോർ ലോവർ ക്ലസ്റ്റർ, ലോവർ ബണ്ടിൽ, ഓൾ ദീസ് കൈൻഡ് ഓഫ് കോയിൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, അതാണ് ക്ലസ്റ്റർ. അപ്പം ക്ലസ്റ്റർ ടു സമ്മപ്പ് എപ്പോഴും ഒരു ടോട്ടൽ ക്ലസ്റ്റേഴ്സ് ഒരു 3-ൽ കുറവായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു 5% 5% ഓഫ് ബിലോ, 3% ഓഫ് ബിലോ ഈസ് സേഫ്. കാരണം ഞാൻ ഈ നമ്പർ പറയുന്നത് എൻ്റെ ഒരു ഇതാണ്. കാരണം വെച്ചാൽ ഇപ്പം ഈ കോയിന് തന്നെ ഇപ്പോൾ 10.83% ഉണ്ടെന്ന് വെച്ചു. അപ്പം പക്ഷേ ഇത് സ്റ്റിൽ ഇറ്റ് ക്യാൻ റൺ റൈറ്റ്, സ്റ്റിൽ ഇറ്റ് ക്യാൻ ഗോ ടു മില്യൺസ് ആൻഡ് മില്യൺസ്. സോ അതാണ്, അത് എപ്പോഴും കേസ് ബൈ കേസ് സിനാരിയോ ഡിഫറൻസ് ആയിരിക്കും. അപ്പം എപ്പോഴും കോണ്ടാക്ട് ബേസ്ഡ് നിങ്ങൾ ചിന്തിക്കണം. ഈ കോയിൻ നോക്കാൻ നേരത്ത് എന്താണ് നാരേറ്റീവ്, ആ സമയത്തൊരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കണം. അങ്ങനെ ആയിരിക്കണം ജഡ്ജ് ചെയ്യാനുള്ളത്. പക്ഷേ ജനറലി സ്പീക്കിംഗ് 10.83%, 5% എബോ ഒരു ക്ലസ്റ്ററിൽ കൂടുതലാണ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? പിന്നെ ടോപ്പ് 10 ഹോൾഡിംഗ് ഇനിയും ഇത് ടോപ്പ് 10 ഹോൾഡിംഗ് എന്താണ് 17.55% ആണ്. ഇപ്പോഴത്തെ കോയിൻസ് എല്ലാം പ്രത്യേകിച്ച് ലോവർ മാർക്കറ്റ് ക്യാപ്പും കൂടെ ഇല്ലേ. അപ്പോൾ അറൗണ്ട് 20% കാണും ലോവർ മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ. അതായത് 100K ബിലോ ആണെങ്കിൽ ടോപ്പ് 10 ഹോൾഡിംഗ് ഒരു 20% ഒക്കെ ആയിരിക്കും ഓൺ ആൻ ആവറേജ്. പക്ഷേ ബേസിക്കലി വാട്ട് യു വാണ്ട് ഈസ് ദാറ്റ് 10% ആൻഡ് ബിലോ, അതായിരിക്കും സേഫ്.
ടോപ്പ് 10 ഹോൾഡിങ്. ടോപ്പ് 10 ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഹോൾഡേഴ്സ് ആണല്ലോ 1 2 3 4 10, ആ 10% ആൾക്കാർ ഹോൾഡ് ചെയ്യുന്ന സപ്ലൈ എത്ര ശതമാനമാണെന്നാണ് ടോപ്പ് 10 ഹോൾഡിംഗ് കാണിക്കുന്നത്. സോ അത് ഐഡിയലി 20% അല്ല 10% ബിലോ ആണ് ഞാൻ നോക്കുന്നത്. പിന്നെ ന്യൂ കോയിൻസ് ഒക്കെ ആകുമ്പോൾ 20% കാണും, പ്രത്യേകിച്ച് ലോവർ മാർക്കറ്റ് ക്യാപ്പ് ആകുമ്പോഴത്തേക്കും. എനിത്തിങ് എബോവ് 20% 30% എബോവ് ഇറ്റ്സ് എ റെഡ് ഫ്ലാഗ് അഗെയിൻ. അത് നോക്കണം. പിന്നെന്താണ്, പിന്നെ ഓൾവേസ് പിന്നെ ഞാൻ ഇത് പറയാൻ പറഞ്ഞു, ഈ ക്ലസ്റ്റർ ഫോർ എക്സാമ്പിൾ ഇപ്പം 10.8, ഇപ്പം നിങ്ങൾക്കൊരു കോയിൻ ഭയങ്കര ലൈക്ക് നിങ്ങൾക്ക് അറിയാം അത് നല്ലൊരു കോയിനാണ്, അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ കോയിൻ ആണെങ്കിൽ 10.83% ഉണ്ടോ, അപ്പം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, എന്ത് സ്ഥലം കഴിഞ്ഞിട്ട് റീലോഡ് ചെയ്ത് പിന്നെ നോക്കാം ഈ ക്ലസ്റ്ററിൽ ഇപ്പോൾ എത്രയുണ്ട് എന്ന് പറയുമ്പോൾ. അപ്പം നിങ്ങൾ ഈ ക്ലസ്റ്റർ വിൽക്കുന്ന വരെ കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം എന്താണ് ഇതിൽ തന്നെ കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ എപ്പോഴും രണ്ടിലും ഡബിൾ ചെക്ക് ചെയ്യുക, ആ ക്ലസ്റ്റർ വിറ്റോ ഇല്ലയെന്ന്. വിറ്റ് കണ്ട, ഇപ്പം ആ ക്ലസ്റ്റർ ഇല്ല, ഇപ്പം ആ 10% ക്ലസ്റ്റർ വിറ്റ്. പക്ഷേ ഫോർ എക്സാമ്പിൾ കണ്ട, ഞാൻ പറഞ്ഞില്ലേ വിറ്റപ്പോഴത്തേക്കും പ്രൈസ് ഇവിടെ നിന്ന് ഫുൾ 10K മാർക്കറ്റ് ക്യാപ്പിലോട്ട് ക്രാഷ് ആയി. അതാണ് ലൈവായിട്ട് നിങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറയാൻ നേരത്ത് ഇവിടെയായിരുന്നു പ്രൈസ്, അപ്പം നമ്മൾ ആ ക്ലസ്റ്റർ വിറ്റപ്പം 10Kയിലോട്ട് ക്രാഷായി. അതാണ് എക്സാമ്പിൾ. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ആ സ്റ്റിൽ കോയിൻ, നിങ്ങൾക്ക് ആ കോയിനിൽ ട്രേഡ് ചെയ്യണം, നിങ്ങൾ ആ സ്റ്റിൽ കോയിൻ അത് ലൈക്ക് ഗുഡ് കോയിനാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ ക്ലസ്റ്റർ വിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ആ ക്ലസ്റ്റർ വിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. വിൽ ബി ബിറ്റ് മോർ സേഫർ, റൈറ്റ്? ആ ഒരു മനസ്സിലായോ? അതേപോലെ തന്നെ ടോപ്പ് 10 ഹോൾഡിങ് 20% മണ്ടയിലാവാൻ പാടില്ല. ഞാൻ ഈ നമ്പേഴ്സ് പറയുന്നത് ആക്ച്വലി മാറും കേട്ടോ, ഞാനൊരു റഫായിട്ടുള്ളൊരു ഇതാണ് പറയുന്നത്, പക്ഷെ എന്നാലും അത് കോൺടാക്ട് ബേസ്ഡ് മാറും ഞാൻ പറഞ്ഞ പോലെ. പിന്നെ എന്തെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഇത് ടോപ്പ് 10 ഹോൾഡിംഗ് അല്ലേ, പക്ഷേ ഇതിപ്പം നമുക്കിവിടെ ഹോൾഡേഴ്സിൽ പോയാൽ ഓരോ ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഓരോ ഹോൾഡേഴ്സ് എത്ര പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പം ഓരോ ഹോൾഡേഴ്സും എന്താണ് ടു ബി സേഫ്, ഒരു വാലറ്റ് 5% എബോവ് ഈസ് ലൈക്ക് ടോട്ടലി അൺസേഫ് ആണ്, ഓക്കെ. പക്ഷേ ഒരു 3% ബിലോ ആണ് ഈച്ച് വാലറ്റ് ഹോൾഡിങ്ങിൻ്റെ സപ്ലൈ സേഫ് എന്ന് പറയാൻ പറ്റുന്നത്. 3% ബിലോ ആണ് ഞാൻ കൺസിഡർ ചെയ്യണം സേഫാണ്. 3 to 5% ഈസ് സ്റ്റിൽ അക്സെപ്റ്റബിൾ, പ്രത്യേകിച്ച് ലോ മാർക്കറ്റ് ക്യാപ്പ് കോയിൻസ് ആണെങ്കിൽ. പക്ഷേ 5% above is a red flag and you don't want to get into that coin, okay. പിന്നെ ഇൻസൈഡേഴ്സ് എന്ന് പറയുമ്പം ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഈ ലോഞ്ച് ചെയ്യുമ്പോഴേ അവർ വാങ്ങൂല കോയിൻസ്, അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കോയിൻസ്. അതാകുമ്പം ഈ ലോഞ്ച് ചെയ്യുന്ന ആളെ കൂട്ടുകാർ അങ്ങനെ, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്ന ആളെ തന്നെ മൾട്ടിപ്പിൾ വാലറ്റ്സ്, അപ്പം അങ്ങനത്തെ ഉള്ള ഇതായിരിക്കും ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി അവർ ട്രേഡ് ചെയ്യൂല, അവർക്ക് പക്ഷേ ആ സ്റ്റിൽ ആ കോയിൻ കാണും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കാം നിങ്ങൾക്ക്. ഈ കോയിൻസിൽ ഇൻസൈഡേഴ്സ് ഇതുണ്ട, വേറെ അതല്ല ഇത് കണ്ട. ഇൻസൈഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കണ്ട, ഇവിടെ നിങ്ങൾക്ക് ഈ ഹോൾഡേഴ്സിൽ പോകാൻ നേരത്ത് ബോട്ടും കാണാൻ പറ്റും, സോൾഡ് കാണാൻ പറ്റും. സോ ബേസിക്കലി ഇപ്പോൾ നമ്മളെപ്പോലെ ഒരാൾക്ക് ആ കോയിൻ വാലറ്റിലുണ്ടെങ്കിൽ കാണണമെങ്കിൽ വാങ്ങിച്ചാലേ കാണും. പക്ഷേ ഈ വാലറ്റ് കണ്ട, ഈ വാലറ്റിൽ അവൻ ബൈ ചെയ്തിട്ടില്ല. ഇതുണ്ട, ഞാൻ മാർക്ക് ചെയ്ത് ബൈ ചെയ്തിട്ടില്ല, പക്ഷെ സെല്ലും ചെയ്തിട്ടില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ സെല്ല് ചെയ്യാറ്, പക്ഷേ അവൻ്റെ കോയിനിൽ 0.23 സോൾ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം അവന് വേറെ എവിടെ നിന്നോ കിട്ടിയെന്നാണ്. അപ്പോൾ അത് റെഡ് ഫ്ലാഗാണ്. കാരണം വെച്ചാൽ അതിനർത്ഥം ഇൻസൈഡേഴ്സ് ഉണ്ടെന്നാണ്. അവൻ വാങ്ങിച്ചിട്ടില്ല, പക്ഷേ സ്റ്റിൽ അവൻ്റെ ഇതിലുണ്ട്. അപ്പം ബേസിക്കലി അപ്പം നമുക്ക് ഇൻസൈഡേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നോക്കാം ഈ പെർസെൻറ്റേജ്, പക്ഷേ ഇത് ആക്യുറേറ്റ് ആയിരിക്കില്ല. പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോൾ കോയിൻ്റെ ഹോൾഡേഴ്സിൻ്റെ അവിടെ പോയിട്ട് ഈ ബോട്ട് 0, പക്ഷേ സ്റ്റിൽ അവൻ്റെ കയ്യിൽ കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇൻസൈഡേഴ്സാണ്. അപ്പോൾ അത് നമുക്ക് അതും സ്റ്റിൽ 20% മണ്ടേ പോകാൻ പാടില്ല. 20%, 10% ഡിപ്പെൻഡ്സ് ഓൺ കോയിൻ. ലോവർ മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ 20% മണ്ടേ പോകാൻ പാടില്ല, ഹയർ മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ 10% മണ്ടേ പോകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കോയിനിൽ ടോപ്പ് 10 ഹോൾഡേഴ്സ് ഫുൾ ഇൻസൈഡേഴ്സ് ആണെന്ന് വെച്ചു, അത് ഭയങ്കര റെഡ് ഫ്ലാഗാണ്, ട്രേഡ് ചെയ്യല്. എന്നുവെച്ചാൽ ഇതിപ്പം കണ്ട ടോപ്പ് 10 ഹോൾഡേഴ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, എന്നിട്ട് വിറ്റിട്ടുമുണ്ട്.
ചിലർ വിറ്റിട്ടില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ വാങ്ങിച്ചാണ് നോക്കാനുള്ളത്, വാങ്ങിച്ചാണ് ഫോക്കസ്. അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ ഓക്കെയാണ്. പക്ഷേ ഫോർ എക്സാമ്പിൾ വേറൊരു കോയിൻ, ഈ കോയിൻ അല്ല, വെയിറ്റ് ചെയ്യേ നോക്കട്ടെ. ഈ കോയിൻ ഇത് നേരത്തെ കാണിച്ച സ്റ്റെയർ കേസ് സ്റ്റാർട്ടാണ്. ഈ ബബിൾ മാപ്സൊക്കെ കണ്ട, ഈ ബബിൾ മാപ്സൊക്കെ റെഡ് ഫ്ലാഗാണ്. എനിക്ക് ആ എക്സാമ്പിൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇതിന് പകരം ഈ ബോട്ടല്ല ടോപ്പ് 10 ഹോൾഡേഴ്സ് എല്ലാം ഈ 000 ആണെങ്കിൽ അത് റെഡ് ഫ്ലാഗാണ്. ഇത് റെഡ് ഫ്ലാഗാണ് ഈ കോയിനിൽ. ഇതൊരു ബൈ ചെയ്ത 0 ആണ്, പക്ഷേ ഹോൾഡ് ചെയ്യുന്ന 2 സോൾ 1.47 ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റെഡ് ഫ്ലാഗാണ്. അപ്പോൾ അങ്ങനെ ടോപ്പ് 10 ഹോൾഡേഴ്സ് മുഴുവൻ അങ്ങനെയാണ് വാങ്ങിച്ചിട്ടില്ല എങ്കിൽ അത് റെഡ് ഫ്ലാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ എന്ന് പറയുമ്പോൾ സ്നൈപ്പർ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്നൈപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ലോഞ്ചിലെ കുറേ സപ്ലൈ സ്നൈപ്പ് ചെയ്യുന്ന ഇതാണ്. അവർക്ക് ബോട്ട്സൊക്കെ ഉണ്ട്. സോ ഈ ബേസിക്കലി ഈ ബണ്ടിലേഴ്സും സ്നൈപ്പേഴ്സും എല്ലാം ഒരേപോലെ തന്നെ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സോ അപ്പോൾ സ്നൈപ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്നൈപ്പേഴ്സ് ബോട്ട്സ് വെച്ചിട്ട് ഹ്യൂജ് പെർസെൻറ്റേജ് ഓഫ് സപ്ലൈ സ്നൈപ്പ് ചെയ്തെടുക്കുക. അതും നിങ്ങൾക്കൊരു 10%, 20% കൂടുതൽ, അല്ല ആക്ച്വലി 5 to 10% കൂടാൻ പാടില്ല. ബിലോ 5% ആണ് ഏറ്റവും അത്ര നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. ഈ ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതുണ്ട്, ഇൻസൈഡറാണ്. ഇത് ബണ്ടിലർ, പക്ഷേ അത് ആക്ച്വലി ബണ്ടിലർ അല്ല. എക്സ്ചേഞ്ച് ചിലപ്പം ബഗ്ഡ് ആവും. ഇവ ഒരു കോളാണ്, ഇനി ഒരു ഇൻഫ്ലുവൻസർ പോലെയാണ്. അപ്പോൾ അത് പക്ഷേ അതിപ്പം ചിലപ്പം അത് ആക്സിയം തെറ്റിദ്ധരിച്ച് ബണ്ടിലറായിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ സ്നൈപ്പർ ഈ കോയിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്നൈപ്പറിൻ്റെ ചിഹ്നം കാണാൻ പറ്റും, ബണ്ടിലർ അല്ലാതെ. പിന്നെ എപ്പോഴും ഇത് നോക്കുക, ഈ ഒരു കോയിൻ എടുക്കാൻ നേരത്തെ ഹോൾഡേഴ്സ് 385, പ്രോ ട്രേഡേഴ്സ് 155. പ്രോ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതും ഇപ്പം ഫോർ എക്സാമ്പിൾ ഹോൾഡേഴ്സ് 500, പക്ഷേ പ്രോ ട്രേഡേഴ്സ് 50 ഉള്ളൂ. അതൊരു റെഡ് ഫ്ലാഗാണ്, മനസ്സിലായോ? എപ്പോഴും ഈ ഹോൾഡേഴ്സും പ്രോ ട്രേഡേഴ്സും ഒരു ഓൺ ആൻ ആവറേജ് ഒരു പകുതി അങ്ങനെ ഒരു വെച്ചാൽ ഒന്ന് ബാലൻസ്ഡ് ആയിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പം പ്രോ ട്രേഡേഴ്സ് 50 പക്ഷേ ഹോൾഡേഴ്സ് 1000, അത് റെഡ് ഫ്ലാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം ഒരു കോയിനിൽ. അങ്ങനെ പല കാര്യങ്ങളുണ്ട് നോക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇങ്ങനെയൊക്കെയാണ് ബേസിക്കലി ഒരു കോയിൻ നോക്കാനുള്ളത്. ടോപ്പ് 10 ഹോൾഡേഴ്സ് 20% അല്ലെങ്കിൽ 10% താഴെ. ഡെവ് ഹോൾഡിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, മിക്ക ഡെബ്സ് ഇപ്പം വിൽക്കും. അതുകൊണ്ട് ഡെവ് ഹോൾഡിംഗ് വലിയ കണക്കാക്കേണ്ട. പക്ഷേ ഡെവ് ഹോൾഡിങ് ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഡെവ് ഹോൾഡിങ് 5% കൂടുതലാവാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം ഡെബ്സ് അത്രയും പൊതുവെ ഹോൾഡ് ചെയ്യാറില്ല. പിന്നെ സ്നൈപ്പേഴ്സും 10% താഴെ ആയിരിക്കണം ഐഡിയലി. ഇൻസൈഡേഴ്സ് 20% താഴെ ആയിരിക്കണം. ബണ്ടിലേഴ്സ് 20% താഴെ ആയിരിക്കണം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ആ ഒരു കോയിൻ കാണാൻ നേരത്ത് ഉള്ള ഇത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇപ്പം ഇത് കണ്ട, ഇതിനർത്ഥം ഫ്രഷ് വാലറ്റാണ്. ഈ ഗ്രീൻ ഇലയുടെ ചിഹ്നം ഫ്രഷ് വാലറ്റ് എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് എന്താണ്, കുറേ ഇപ്പോൾ ഒരു കോയിൻ ലോഞ്ച് ചെയ്യുന്നു വെച്ചോ, ഇപ്പം പക്ഷേ അതിൽ കുറേ ഫ്രഷ് വാലറ്റ്സ് ആണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കോയിൻ ബണ്ടിൽഡ് കോയിനാണെന്ന്. കാരണം വെച്ചാൽ ഈ ബണ്ടിൽ ചെയ്യാൻ നേരത്ത് ചിലവർ മിക്കവരും ഫ്രഷ് വാലറ്റ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പുതിയതായിട്ടൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ ആയിരിക്കും അവർ ഓട്ടോമേറ്റ് ചെയ്യുന്ന ആ ബണ്ടിൽസ്. അപ്പോൾ നമുക്ക് ഈ കുറേ ഹോൾഡേഴ്സ് നമുക്ക് ഫ്രഷ് വാലറ്റ്സ് കാണാൻ പറ്റുന്നെങ്കിൽ അത് സസ്സായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓരോ വാലറ്റ്സിലും പോയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാൻ പറ്റും അവരുടെ ആക്ടിവിറ്റി, മിനി ഇപ്പോൾ അവർ ഏതൊക്കെ കോയിൻ ട്രേഡ് ചെയ്തെന്ന് നോക്കാം. ഓക്കെ, അപ്പം അവർ സെയിം ആയിട്ടുള്ള കോയിൻ ആണ് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബണ്ടിൽസ് ആണെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഫോർ എക്സാമ്പിൾ ഇതിൽ മിനി ഡ്രാഗൺ ഓക്കെ, എന്നിട്ട് ഇത് മിനി അല്ല, സെയിം കോയിൻസ് അല്ല. പക്ഷേ അപ്പം നമുക്ക് ബണ്ടിൽസ് ആണോന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ടോപ്പ് 10 ഹോൾഡേഴ്സ് എല്ലാം ഒരേപോലത്തെ കോയിനാണ് അവർ ആക്ടിവിറ്റിയിൽ ട്രേഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ബണ്ടിൽഡ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയും ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു രീതിയിൽ ബണ്ടിൽസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്, സസ്സാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വാലറ്റ്സിൻ്റെ ബാലൻസ് ഇല്ലേ, വാലറ്റ്സിൻ്റെ ബാലൻസ് എല്ലാം
ഒരേപോലത്തെ അറൗണ്ട് ഒരേപോലത്തെ എമൗണ്ട് ആയിരിക്കും. 0.0058, 0.004, 0.000. അപ്പോൾ അതിനർത്ഥം അവർ ലൈക്ക് ബേസിക്കലി അത് ആക്ച്വലി റിയൽ വാലറ്റ്സ് അല്ല. ഇപ്പം 0.0 സംതിങ് ആണെങ്കിൽ അവർ ഇത് ബണ്ടിൽ ചെയ്യാൻ യൂസ് ചെയ്ത വാലറ്റ്സ് ആണ്. കാരണം വെച്ചാൽ റിയൽ ട്രേഡേഴ്സിൻ്റെ അത്യാവശ്യം നല്ല ബാലൻസ് കാണൂലേ. ഐ മീൻ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അത് ഒരേപോലത്തെ ബാലൻസ് ആയിരിക്കില്ല. 0.000 ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അറൗണ്ട് സെയിം വാലറ്റ് എമൗണ്ട് ആയിരിക്കില്ല, ഡിഫറൻഷിയേറ്റ് ആയിരിക്കും. ചിലർക്ക് 1 കാണും, ചിലർക്ക് 10 കാണും, ചിലർക്ക് 0. സംതിങ് കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു മിക്സ് ഓഫ് വാലറ്റ് ബാലൻസ് ആയിരിക്കണം, ഒരേപോലത്തെ വാലറ്റ് ബാലൻസ് ആയിരിക്കരുത്. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു രീതി ചെക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ സപ്ലൈ എമൗണ്ട് ഉണ്ട്, സപ്ലൈ പെർസെൻറ്റേജ് ഉണ്ട്. ഇതിപ്പം ഡിഫറെൻറ്റ് സപ്ലൈ പെർസെൻറ്റേജ് 3.2, 2.85, 1.6. പക്ഷേ നിങ്ങൾക്ക് ചില കോയിനിൽ സെയിം ആയിട്ടുള്ള സപ്ലൈ പെർസെൻറ്റേജ് കാണാൻ പറ്റും. അതായത് ഇവിടെ 3.2, ഇവിടെ 3.2, ഇവിടെ 3.2, പിന്നെ ശാലം താഴോട്ട് പോകുമ്പോൾ 1.5, 1.5, 1.5. അത് ആക്ച്വലി ലൈക്ക് അതിനർത്ഥം അവർ ഒരേപോലത്തെ എമൗണ്ടിന് ഒരേ എമൗണ്ടിന് ഒരേ സപ്ലൈ വാങ്ങിച്ചെന്നാണ്. അതിനർത്ഥം അതും സസ്സാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ രീതിയിൽ ഇതെല്ലാം നോക്കാൻ പറ്റും. അപ്പം ബേസിക്കലി നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. നിങ്ങൾ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം ഒരു കോയിൻസ് ബണ്ടിൽഡ് ആണെങ്കിൽ എത്ര ബണ്ടിലാണെന്ന്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു റെഫറൻസ് ആണ്, ഇത് ആക്യുറേറ്റ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ശാലം കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഈ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്യാം. പല വാലറ്റ്സിൻ്റെ പ്രീവിയസ് ആക്ടിവിറ്റി പോയിട്ട് ഒരേപോലത്തെ കോയിൻസ് ആണോ ട്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം, സോൾഡ് വാലറ്റ് ബാലൻസസ് നോക്കാം, പിന്നെ സപ്ലൈ പെർസെൻറ്റേജ് നോക്കാം. അങ്ങനെ കുറേ പരിപാടിയുണ്ട് ആക്ച്വലി ഇതിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ബേസിക്കലി ചെയ്യാനുള്ളത്. അപ്പം പണ്ടത്തെ പോലെ റെക് പുള്ള ആവുന്ന സാധ്യത, നിങ്ങൾ ആ സ്റ്റെയർ കേസ് ചാർട്ട് ഒഴിവാക്കിയാൽ റെക് പുള്ളാവുന്ന സാധ്യത കുറയും. പക്ഷേ ഈ ബണ്ടിലേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ലോലി റെക് പുള്ള ചെയ്യും. ഒറ്റ ഇതിലായിരിക്കും റെക് പുള്ള ചെയ്യുന്നത്. സ്ലോലി അവർ പ്രൈസ് ഡംപ് ചെയ്ത് നിങ്ങൾ ഇത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എനിക്ക് ലിമിറ്റഡ് ടൈമിൽ എൻ്റെ മൈൻഡിൽ വന്നേക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പം താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ. സി യു ഗൈസ്.